വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നഖം കടിക്കുന്ന ശീലം നിങ്ങൾക്കുമുണ്ടോ? ഈ ശീലം അത്ര നല്ലതല്ല. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ദോഷഫലങ്ങളാണ് ഇത് നൽകുന്നത്. വല്ലപ്പോഴുമൊക്കെ നഖം കടിക്കുന്ന ശീലം എല്ലാവർക്കും ഉണ്ടാവും. വെറുതെ ഇരിക്കുമ്പോഴും എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴുമെല്ലാം അറിയാതെ നമ്മൾ നഖം കടിക്കാറുണ്ട്. ലോകത്തെ 30% ആളുകളും നഖം കടിക്കുന്ന ശീലമുള്ളവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചിലർ ഉത്കണ്ഠയിലും സമ്മർദ്ദവും നേരിടുന്ന അവസ്ഥയിലും നഖം കടിക്കുന്നവരാണ്. എന്നാൽ ചിലർ ബോറടിക്കുമ്പോൾ പോലും വെറുതെ നഖം കടിക്കുന്നവരുമുണ്ട്. നഖമല്ലേ, വല്ലപ്പോഴും കടിച്ചാൽ എന്താ ഇത്ര കുഴപ്പമെന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ അതിനെ കുറച്ചു കാണേണ്ട. ഈ നഖം കടി ശീലം നിങ്ങളുടെ ആരോഗ്യത്തിന് വിപരീതമായ ചില പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തും. ഓണിക്കോഫാഗിയ എന്നാണ് നഖം കടിക്കുന്ന അവസ്ഥയെ വിളിക്കുന്നത്. ഈ ഒരു പ്രവൃത്തി നമ്മുടെ ആരോഗ്യത്തിന് പല രീതിയിലും ദോഷകരമായി മാറുന്നു. തുടർച്ചയായി നഖം കടിക്കുന്ന ശീലം നഖത്തിന് ചുറ്റുമുള്ള ചർമ്മത്തെ വ്രണപ്പെടുത്തുകയും നഖങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളെ തകരാറിലാക്കുകയും ചെയ്യുന്നു. നഖങ്ങളുടെ വളർച്ച മോശപ്പെട്ട രീതിയിലായി മാറുന്നതിന് ഇത് കാരണമാകും. നിങ്ങളുടെ വിരലുകളിൽ നിന്ന് വായിലേക്കും നഖങ്ങളിൽ നിന്ന് മുഖത്തേക്കുമൊക്കെ ദോഷകരമായ ബാക്ടീരിയകളുടെയും വൈറസുകളും പ്രചരിക്കാനും ഈ പ്രവൃത്തി വഴിയൊരുക്കിയേക്കാം. കുട്ടികളിലും മുതിർന്നവരിലും ഈ ശീലം കാണപ്പെടാറുണ്ട്. നഖം കടിക്കുന്നത് മൂലം ബാക്ടീരിയയും ഫംഗസ് അണുബാധയുമെല്ലാം നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം പനി, ജലദോഷം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ദുശ്ശീലത്തെക്കുറിച്ച് അവരവർ തന്നെ ബോധവാന്മാരാവുക. ഇടയ്ക്കിടയ്ക്ക് നഖം വെട്ടി വൃത്തിയാക്കുക. നഖം കടിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം നഖം കടിച്ചത് വിഴുങ്ങുന്നതിലൂടെ അപ്പൻഡിക്സ് പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുട്ടികളിലാണ് ഈ ശീലമെങ്കിൽ അവരിൽ നിന്ന് ശ്രദ്ധ മാറ്റാനോ അല്ലെങ്കിൽ ഈ ശീലം ചെയ്യാതിരിക്കുകയാണെങ്കിൽ പ്രതിഫലമായി എന്തെങ്കിലും തരാമെന്നോ പറയണം. അതുവഴി അവർ അത് ചെയ്യുന്നത് നിർത്തും. മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. നെയിൽ പോളിഷ് ഇടുകയാണെങ്കിൽ അത് കടിക്കാതിരിക്കാൻ കാരണമാകും. മിഠായി കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. നഖം കടിക്കാൻ തോന്നുമ്പോഴൊക്കെ ഇത് ഉപകാരപ്പെടും. ഓർക്കുക, അവരവർ വേണ്ട എന്ന് ചിന്തിച്ചാൽ മാത്രമേ ഈ ശീലം മാറ്റാൻ കഴിയുകയുള്ളൂ.